Okay, students. Today we are going to discuss about the new chapter number 11, conic section. ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഇതിൽ പ്രധാനമായിട്ടും മൂന്ന് കേസാണ്: സർക്കിൾ, പരാബോള, എലിപ്സ്. ഹൈപ്പർബോള നമ്മൾ ഫോക്കസ് പാർട്ടിന് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി കോൺസെപ്റ്റ് ഓഫ് സർക്കിൾ. what do you mean by സർക്കിൾ? നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലർ ആയ ഒന്നാണ് സർക്കിൾ ഓർ വൃത്തം എന്ന് പറയും. ഓക്കെ, അപ്പൊ കൺസിഡർ സർക്കിളിന്റെ ഒരു പ്രിലിമിനറി എന്താണെന്ന് നോക്കാം. സർക്കിളിന്റെ പ്രിലിമിനറി എന്ന് പറയുമ്പോൾ O represent as center from O to any point on this circle. From O to any point on this circle. Any point on this circle. Either this type, either this way to this way. Say like that A. So a distance from O to A is represented as a radius. So this distance is called a radius of a circle. മലയാളത്തിൽ ആരെന്ന് പറയും. Also another point കൂടി നോട്ട് ചെയ്യും. The distance between from the point A to B is usually denoted by diameter. മലയാളത്തിൽ വ്യാസം എന്ന് പറയും. Okay. The distance between any two point on the circle. സർക്കിളിന്റെ മേലുള്ള ഏതെങ്കിലും രണ്ട് പോയിന്റ്. ഇത് സെൻട്രലിലൂടെ തന്നെ പോകണം, ഇത് സെൻട്രൽ വേണ്ട. ദിസ് ഈസ് കോൾഡ് കോഡ് എന്ന് പറയും. കോഡ്. ഇപ്പൊ ലോങ്സ്റ്റ് കോഡ് എന്ന് പറയുമ്പോൾ കോഡ് നമുക്ക് കുറേ വരക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് കോഡ് വരക്കാം. ദിസ് വേ ദിസ് വേ ദിസ് വേ. ലോങ്സ്റ്റ് കോഡ് ഈസ് എന്തായിരിക്കും? Diameter is the longest chord. Okay. This is a preliminary part of the circle. Prerequisite one. So how can define circle? This is not necessary in this case, but we have to still idea about the circle. Circle is defined as the set of all points in a plane that are equidistant from a fixed point. Set of all points in a plane that are equidistant from fixed point in the plane. That are equidistant from fixed point in the plane. അപ്പോൾ set of all points in a plane എന്ന് പറയുമ്പോൾ this is a plane. അപ്പോൾ അതിൽ ഇൻഫിനിറ്റ് മെനി പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഒക്കെ കണക്ട് ചെയ്താണ് അതിലുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റ് കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സർക്കിൾ ആയിട്ട് പോകും. ഇവിടുന്ന് എവിടെ സെന്ററിന്ന് സർക്കിൾ എവിടെ വരച്ചാലും ഒരു ഫിക്സഡ് പോയിന്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് we call it as radius എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയും. ഈ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. The distance from fixed point to any point of the circle എന്ന് പറയുന്നത് radius എന്ന് പറയും. ഇത്രയും കാര്യമാണ് സർക്കിളിനെ കുറിച്ച് അറിയേണ്ടത്. അറിഞ്ഞു വെച്ചാൽ മതി. റേഡിയസ്, ഡയമീറ്റർ, കോഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് മെഷർമെന്റ് ചെയ്യുന്നത്, ആ കാര്യം മാത്രം ഇവിടെ ക്ലിയർ ആയിട്ട് അറിഞ്ഞു വെക്കുക. അതിൽ കൂടുതൽ അറിയണമെന്നില്ല. ഇനി അതിന്റെ എലാബറേഷൻ എന്ന് പറയുന്നത് വീണ്ടും സർക്കിൾ തന്നെ കൺസിഡർ ചെയ്യാം. Let us take C of small letter HK is center of the circle. സെന്റർ എടുക്കുക HK ആണ്. Take any point on this circle. P of XY എടുത്തു. P of XY be any point on this circle and C of HK be the center of the circle. അങ്ങനെ എടുത്തു. So join these two points. ഇത് റേഡിയസ് ആണ് നമുക്കറിയാം. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ the distance from C to P is called
സി ടു പി എന്ന ഡിസ്റ്റൻസ് എന്ന് റേഡിയസ് എന്ന് പറയും. അപ്പം ഞാനിവിടെ എടുക്കുന്നത് സി പി ഈക്വൽ ടു റേഡിയസ്. സി പി എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ച് ചെയ്യാം x1 y1 x2 y2. ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഇത് x1 y1 x2 y2. അപ്പോൾ x2 മൈനസ് x1 x മൈനസ് h ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ് x മൈനസ് h ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. അപ്പോൾ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇവിടെ സർക്കിളിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ചെയ്യാം. അപ്പോൾ റേഡിയസ് എന്ന് പറയുമ്പോൾ സ്ക്വയർ എല്ലാം എടുക്കണ്ടേ, സ്ക്വയർ ഒഴിച്ച് ബാക്കി വരുന്ന ടേമാണ് റേഡിയസ് ആയിട്ട് എടുക്കേണ്ടത് എന്ന കാര്യം ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. ഇനി അതിലുള്ള ഏതാനും പ്രോബ്ലം നോക്കാം. ഏതാനും പ്രോബ്ലംസ് ജസ്റ്റ് നോക്കേ വേണ്ടു, അത് കൂടുതലൊന്നും നോക്കണമെന്നില്ല. അപ്പോൾ പ്രോബ്ലം എന്ന് പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. എക്സാമ്പിൾ 1 എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ ആണ്. ബ്രാക്കറ്റ് ഇല്ലെങ്കിലും നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പൊ ഇത് ആദ്യം ചെയ്യേണ്ടത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യും. നമുക്ക് വേണ്ടി ഇപ്പോൾ സെന്ററും റേഡിയസും ഹൗ ക്യാൻ ബി ഐഡന്റിഫൈഡ് ഫ്രം ദി ഗിവൺ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ മൈനസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെന്റർ എച്ച് കെ ഈസ് എന്ത് ചെയ്യാം 2,3. റേഡിയസ് ആർ ഈക്വൽ ടു 2 ആണ്, 4 അല്ല. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കി വെക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ അതിപ്പം ചെയ്തിട്ടുണ്ട്. എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 9 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9 ആണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഇക്വേഷൻ എഴുതാം. നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതാം. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. അപ്പോൾ അതേപോലെ അല്ല ഇത്. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ ചെയ്യാം, എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 9 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇതെങ്ങനെ 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ അത് സ്റ്റാൻഡേർഡ് ഫോം ആയി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സെന്റർ ഈസ് നമുക്ക് എങ്ങനെ എഴുതാം, എച്ച് കെ ആണ്. എച്ച് കെ എന്ന് പറയുമ്പോൾ -3 -9 എഴുതാം. റേഡിയസ് ആർ ഈക്വൽ ടു 3. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഇക്വേഷൻ ടോട്ടലി ചേഞ്ച് ഉണ്ട്, എല്ലാം മിക്സഡ് ആയിട്ട് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ചെയ്താൽ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനൊന്ന് മാറ്റി എഴുതുവാണെങ്കിൽ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √5 ഹോൾ സ്ക്വയർ നേടും. √5 ഹോൾ സ്ക്വയർ. കാരണം നമുക്കിത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ റൂട്ട് എടുത്ത് സ്ക്വയർ കൊടുത്താൽ ക്ലിയർ ആയി. അപ്പോൾ അതൊരു പുതിയ കാര്യമാണ്. അപ്പോൾ സെന്റർ എച്ച് കെ നമുക്ക് എങ്ങനെ എഴുതാം, എച്ച് കെ ഈസ് -1 ഇത് 2. അപ്പോൾ ആ ഒരു ശ്രദ്ധിക്കുക, ആർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 5 നേടും. ആർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 5. അപ്പോൾ അത്രയും കാര്യങ്ങൾ അത് എങ്ങനെ നമുക്ക് ഒരു ഇക്വേഷൻ തന്നാൽ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അതാണ് നമുക്ക് ഇവിടെ ബേസിക് ആയിട്ട് പ്രധാനമായിട്ടും അറിയേണ്ട കാര്യമെന്ന് വിചാരിക്കുന്നത്. അത് ക്ലിയർ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ബാക്കി ചെയ്യാൻ പറ്റും. വേറൊരു 2 എക്സാമ്പിൾ കൂടി നോക്കാം. ദെൻ അതിനുശേഷം നമുക്ക് എക്സസൈസിലോട്ട് കിടക്കാം. അടുത്ത എക്സാമ്പിൾ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ഇത് സെന്റർ 0 0 ആണ്, റേഡിയസ് ആണ്. സെന്റർ തന്നിട്ടുണ്ട്, സെന്റർ 0 0 റേഡിയസ് ആർ ആണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മൾ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. അപ്പോൾ എച്ച് ഇത് കെ ആണ്. എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആറിന്റെ സ്ഥാനത്ത് 6 തന്നെ.
അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് കാരണം 0 ആണല്ലോ വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ദാറ്റ് ഇസ് എ ഫൈനൽ ഇക്വേഷൻ. ഇത്രയും ചെയ്യാനുള്ളൂ. വേറെ ചെയ്യാനുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെന്റർ -3 2 ആൻഡ് റേഡിയസ് 4 ആണ്. അപ്പം ഇക്വേഷൻ എഴുതാം. x മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. എക്സ് -3 എച്ചിന്റെ സ്ഥാനത്ത് കൊടുക്കാം. എച്ചിന്റെ സ്ഥാനത്താണ് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ വരും y -2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ ആണ്. ഈ മൈനസ് മൈനസ് പ്ലസ് ആയി മാറും. എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് y -2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16 ഉണ്ടാവും. ഇത് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക? അതേപോലെ എക്സ്പാൻഡ് ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് 2ab ആണ് 2. അപ്പം 6x പ്ലസ് 3 സ്ക്വയർ 9. ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. ഇതിൻ്റെ എക്സ്പാൻഷൻ y സ്ക്വയർ മൈനസ് 4y പ്ലസ് 4. അപ്പം ഇതിൻ്റെ എക്സ്പാൻഷൻ ഇതാണ് ഈക്വൽ ടു 16. എക്സ്പാൻഷൻ ചെയ്ത് ഇതാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഫോം എഴുതാം. ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഇത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്തു? ഇനി ഇതിന് എന്ത് ചെയ്യുക? ഡിഗ്രി അനുസരിച്ച് എഴുതാം. ഇത് എഴുതി. ഇനി ഇതൊക്കെ സെക്കൻഡ് ഡിഗ്രിയാണ്. ഇനി 6x പ്ലസ് 6x മൈനസ് 4y. ഇനി കോൺസ്റ്റന്റ് എല്ലാം നോക്കാം. ഇവിടെ 9ഉം 4 ആണ്. അപ്പോൾ അത് 13 ആണ്. വേണമെങ്കിൽ ഇതിന് ഇങ്ങോട്ട് എടുക്കാലും അതിന് അങ്ങോട്ട് എടുക്കാം. അത് എങ്ങനെ വേണമെന്ന് അല്ലെങ്കിൽ ഇതിന് ഇങ്ങോട്ട് എടുത്താൽ മതി. പ്ലസ് 13 ഈക്വൽ ടു 16 ആണ്. ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 6x മൈനസ് 4y. ഇത് മൈനസ് വരും. അപ്പോൾ -16 ആണ്. അപ്പോൾ -3 ഈക്വൽ ടു 0. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്ന കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ള എക്സസൈസ് ആണ്. എക്സസൈസ് 11.1 ആണ്. അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ചെയ്യാം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. തെറ്റ് വരാനുള്ള ഒരുപാട് പോസിബിലിറ്റി. കാരണം ഐഡിയ സിമ്പിൾ ആണ്. തെറ്റ് വരാനുള്ള പോസിബിലിറ്റി ഒരുപാടുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത സെഷൻ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിലുള്ള എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സസൈസ് 11.1. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. ഫൈൻഡ് ദി സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന ഗിവൺ കണ്ടീഷൻ ഈസ് സെന്റർ 0 to റേഡിയസ് 2. സെന്റർ 0 to റേഡിയസ് 2. നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ജനറൽ ഫോം അറിയാം. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. അടുത്ത് എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ്, കാരണം എച്ച് എന്ന് പറഞ്ഞാൽ 0, കെ എന്ന് പറയുന്നത് 2 ആണ്. അതിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ ആണ്. എക്സ് മൈനസ് 0 എക്സ്, സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ്പാൻഡ് ചെയ്യാം 4y പ്ലസ് 4 ഈക്വൽ ടു 4. അടുത്ത് ചെയ്യേണ്ടത് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് കണക്ട് ചെയ്യുക. ഡിഗ്രി അനുസരിച്ച് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y. ഈ 4 ഇങ്ങോട്ട് എടുക്കും, ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് പോയി ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെന്റർ -2 3 ആൻഡ് റേഡിയസ് 4 ആണ്. സെന്റർ -2 3 ആൻഡ് റേഡിയസ് 4 ആണ്. അപ്പോൾ നമ്മളിവിടെ ഇതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഇക്വേഷൻ എഴുതാം ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ഇത് എച്ചും ഇത് കെ ആണ്. സോ അതെങ്ങനെ എഴുതാം? എച്ചിന്റെ സ്ഥാനത്ത് അത് അതുപോലെ കൊടുക്കാം. ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ ആണ്.
അപ്പോൾ ഈ മൈനസ് മൈനസ് ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ ആണ്. ഇത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6y പ്ലസ് 9 ഈക്വൽ ടു 16. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 4x മൈനസ് 6y എന്നിട്ട് ഈ 4ഉം ഇതും ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13 ഉണ്ടാവും ഈക്വൽ ടു 16. അടുത്ത് ഇത് ഇങ്ങോട്ടേക്ക് എടുക്കാം. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 4x മൈനസ് 6y ഇതിങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. മൈനസ് 3 ഈക്വൽ ടു 0 രീതി കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് വൺ ചെയ്യുന്നില്ല, ഫോർത്ത് വൺ ആണ് ചെയ്യുന്നത്. സെന്റർ 1 1 and radius √2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ ആദ്യം എഴുതാം. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. എക്സ് മൈനസ് 1 എച്ചും 1 അത് 1 1 ആണ്. വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √2 ഹോൾ സ്ക്വയർ ആണ്. ഇനി അത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 1 ഈക്വൽ ടു, ഇനി എക്സ് സ്ക്വയർ ഡിഗ്രീൻ്റെ അനുസരിച്ച് ചെയ്താൽ വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 2y ആഡ് ചെയ്യുമ്പോൾ 2 ഈക്വൽ ടു 2. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 2y ഇത് ക്യാൻസൽ ചെയ്തു 0 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത് ഇതേപോലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. സെൻറ്റർ minus a minus b and radius square root of a square minus b square. ഇനി ഇവിടെ ഇതേപോലെ ഇക്വേഷൻ എടുക്കാം. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് ഇക്വേഷൻ. ഇനി ഇവിടെ ചെയ്യേണ്ടത് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി whole square equal to square root of a square minus b square whole square. ഈ മൈനസും പോസിറ്റീവ് ആയി മാറും. സോ എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇതും സ്ക്വയർ റൂട്ട് സ്ക്വയർ ക്യാൻസൽ ചെയ്യുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിട്ട് വരും. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2ax plus a square plus y square plus 2yb plus b square equal to a square minus b square. ഇനി ഇവിടെ എ സ്ക്വയറും ഈ എ സ്ക്വയറും ക്യാൻസൽ ചെയ്തു, ബി ക്യാൻസൽ ചെയ്യും കാരണം മൈനസ് ആണ്. ഇപ്പോൾ ഡിഗ്രി അനുസരിച്ച് ചെയ്തു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2ax പ്ലസ് 2yb പ്ലസ് ഇത് ക്യാൻസൽ ചെയ്ത് പോയി. ഇതിന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് പ്ലസ് ആയി മാറും. അപ്പോൾ 2b സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അടുത്ത പാറ്റേൺ നമുക്ക് വേറെ രീതിയിൽ കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈൻഡ് ദി സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഫൈൻഡ് ദി സെന്റർ and radius of the circle. Center and radius of the circle. അപ്പോൾ അതിലുള്ള 6th ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36. അപ്പോൾ ഇതിന്റെ സെന്റർ ആൻഡ് റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പോൾ കമ്പയറിംഗ് ദി ഗിവൺ ഇക്വേഷൻ വിത്ത് ദി കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആസ് x minus h whole square plus y minus k whole square equal to r square. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഇതും ഓക്കെ, മൈനസ് ഇതിനൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യണം, ഇതിനൊന്ന് മാറ്റണം. അപ്പോൾ ഇതിനൊന്ന് ഞാൻ മാറ്റി എഴുതാണ്. എങ്ങനെയാ? x minus 5 whole square plus
y minus 3 whole square equal to 6 square. അപ്പോൾ സെന്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെന്റർ ഈസ് എച്ച് കെ ആണ്. എച്ച് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? -0.3 റേഡിയസ് ആർ ഈക്വൽ ടു 6 എന്ന് വേണം നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത്. ഇപ്പൊ നെക്സ്റ്റ് വൺ ഇത് കുറച്ചും കൂടി വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 8y മൈനസ് 45 ഈക്വൽ ടു 0. ഇത് ഈ ഒരു ഇക്വേഷൻ എന്ന് വേണം, ഇത് സർക്കിളിന്റെ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇതിൽ നിന്ന് സെന്റർ ആൻഡ് റേഡിയസ് കൺവേർട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ കുറച്ച് വർക്ക്ഔട്ട് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ എക്സിന്റെ വേരിയബിൾ ഒക്കെ ഒന്നിച്ചെടുക്കാം. എക്സ് മൈനസ് 4x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8y മൈനസ് 45 ഈക്വൽ ടു 0. സോ എക്സിലൊക്കെ ഒന്നിച്ചെടുത്ത് വൈൻ്റെ ഒക്കെ ക്ലബ് ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്ന വർക്ക് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 4x എന്ന് എഴുതി. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണെന്ന് നോക്കാം. 4 ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് 4 ആണ്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2 എന്ന് കിട്ടും. ഇതിലുള്ള സൈൻ എടുക്കണ്ട, എക്സിന്റെ നമ്പർ മാത്രം എടുക്കാം. 2 എന്ന് പറയുന്ന ഫിക്സഡ് നമ്പർ, ഓൾവേസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 2. അപ്പൊ ആ 2ന്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യാം. 2ന്റെ സ്ക്വയർ ഞാൻ ഇങ്ങനെ തന്നെ ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വേണം? ആ 2 സ്ക്വയർ ഇവിടെയും ഇതേപോലെ തന്നെ ചെയ്യാം. ഇവിടെയും ആഡ് ചെയ്ത് ഇവിടെയും ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ -45 ഞാൻ ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ അത് +45 ആയി മാറും. ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇനി പ്ലസ് ഇതൊരു ടേം ആയിട്ട് എഴുതി. വൈ സ്ക്വയർ മൈനസ് 8y. വൈന്റെ കോഎഫിഷ്യന്റ് 8 ആണ്. 8 അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4 ആണ്. പ്ലസ് 4 സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യാം. അതേപോലെ 4 സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത വർക്ക് എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്കുക 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വൈന്റെ കോഎഫിഷ്യന്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് ഇവിടെയും ചെയ്യാം. അതേ സ്ക്വയർ റൈറ്റ് ഹാൻഡ് സൈഡും ചെയ്യാം. ഇനി ചെയ്യേണ്ട വർക്ക് ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ഇത് മാത്രം എടുക്കാം. അവിടെ ഈ സ്ക്വയർ ഒഴിവാക്കിയിട്ട് എക്സ് മാത്രം എടുക്കാം. ഇവിടെ സ്ക്വയർ എഴുതിയിട്ട് 2 മാത്രം എടുക്കാം. ഇതിന്റെ സൈൻ നെഗറ്റീവ്, എന്നിട്ട് ഹോൾ സ്ക്വയർ എഴുതാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എഴുതാൻ പറ്റുമോ എഴുതാം. അപ്പൊ ഇവിടെ അതേപോലെ എന്ത് ചെയ്യാം, y എഴുതാം, 4 എഴുതാം. ഇതിന്റെ സൈൻ മൈനസ് ആണ്, എഴുതാം ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ എന്ത് വേണം? ഇതെല്ലാം 4, 16, 45 that equal to 15, balance 1, 65. അപ്പോൾ 65 ഉണ്ടാവും. അപ്പൊ നമുക്ക് സ്ക്വയർ ആയിട്ട് കിട്ടണം. അപ്പൊ നമുക്ക് അത് ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് സ്ക്വയർ റൂട്ട് സ്ക്വയർ ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് x മൈനസ് h ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ഹോൾ സ്ക്വയർ കിട്ടും. ആ സ്ക്വയർ ഫോമായിട്ട് കിട്ടി. ഇതിപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? h ഈക്വൽ ടു, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ മതി, സെന്റർ എച്ച് കെ ഈസ് 2, 4 എന്ന് എഴുതാം. റേഡിയസ് r ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 65. റേഡിയസ് r ഈക്വൽ ടു സ്ക്വയർ റൂട്ട് 65 എന്ന രീതിയിലാണ് നമ്മളിവിടെ ആൻസർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ എഴുതാം. സോ അതിലുള്ള 8th ക്വസ്റ്റ്യൻ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8x പ്ലസ് 10y ഈക്വൽ മൈനസ് 12 ഈക്വൽ ടു 0. അപ്പൊ ഞാൻ എക്സ് വേരിയബിൾ ഒക്കെ ഒന്നിച്ചെടുക്കാം. എക്സ് സ്ക്വയർ മൈനസ് 8x, ഇവിടെ ഒരു ഗ്യാപ്പ് എഴുതാം, കാരണം സ്റ്റെപ്പ് ഒഴിവാക്കാം. വൈ സ്ക്വയർ പ്ലസ് 10y ഈക്വൽ ടു മൈനസ് ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് എക്സിന് കോഎഫിഷ്യന്റ് 8 ആണ്. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4 ആണ്. അപ്പോൾ 4ന്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യാം. അതേപോലെ ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ y ആണ്. yന്റെ കോഎഫിഷ്യന്റ് 10 ആണ്. 2 കൊണ്ട് ഡിവൈഡ് 5 ആണ്. 5ന്റെ സ്ക്വയർ ഇവിടെയും ചെയ്യാം, ഇവിടെയും 5ന്റെ സ്ക്വയർ ചെയ്യാം. നമ്മൾ വർക്ക് ക്ലിയർ ആയി. വർക്കൗട്ട് ക്ലിയർ ആയി. വർക്കൗട്ട് ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഇനി ചെയ്യേണ്ടത് x4 സെക്കൻഡിന്റെ സൈൻ മൈനസ് സ്ക്വയർ. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇവിടെ എന്ത് ചെയ്യാം? y5 ഇതിന്റെ സൈൻ പ്ലസ്
ഹോൾ സ്ക്വയർ. ഇവിടെ 12, 16, 25 ആണ്. അപ്പോൾ ചെയ്യുമ്പോൾ 5, 11, 11 to 13, ബാലൻസ് 1, 3, 4, 5, 53 എന്നുണ്ടാവും. അതിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ 53 ആണുള്ളത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് വൈ, ഇത് സ്റ്റാൻഡേർഡ് അല്ല, അപ്പോൾ മൈനസ് മൈനസ് ആക്കാം. ഹോൾ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 53 ഹോൾ സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് 53 ഹോൾ സ്ക്വയർ കിട്ടും. അപ്പോൾ സെൻറ്റർ HK is 4 minus 5. The radius R equal to square root of 53. Radius R equal to square root of 53. ഈ രീതിയിൽ നമുക്ക് അവിടെ ആൻസർ കിട്ടും. ഓക്കെ, സ്റ്റെപ്പ് കോട്ടോ തുറക്കോ നിങ്ങൾ ഇതനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഫൈൻഡ് ദി equation of a circle with center 2, and passes through the point 4, 5. Passes through the point 4, 5. Find the equation of a circle. സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. സോ സെന്റർ തന്നിട്ടുണ്ട്, അതിന്റെ പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലുള്ളത് സെന്ററും റേഡിയസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാം. അപ്പോൾ സെന്റർ ഉണ്ട്, റേഡിയസ് ഇല്ല. അപ്പോൾ റേഡിയസ് ആണ് നമുക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഹിയർ വി ആർ റിക്വയർഡ് ടു ഫൈൻഡ് ഔട്ട് ദി കറസ്പോണ്ടിങ് റേഡിയസ് ആർ. ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്നത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് y minus k whole square equal to r square. ഇക്വേഷൻ അറിയാം. സെന്റർ എന്ന് പറഞ്ഞാൽ എച്ച് കെ ആണ്, ഇത് എച്ചും പോയിന്റ് എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. എക്സ് വൈ ഓക്കെ. അപ്പൊ ഇവിടെ കൊടുക്കാം. അപ്പോൾ 4 minus 2 whole square plus 5 minus 2 whole square equal to r square. So 2 whole square plus 3 whole square equal to r square. 4 plus 9 equal to r square. So 13 equal to r square. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, r equal to plus or minus root 3. So radius is always positive ആണ്, square root of 13 മാത്രം എടുക്കാം. അപ്പോൾ റേഡിയസ് കിട്ടി, r equal to 13. ഇനി എന്ത് വേണം, വീണ്ടും ഈ ഇക്വേഷൻ തന്നെ കൊടുക്കാം. അവിടെ എന്ത് ചെയ്യാം, h നമുക്കറിയാം തന്നിട്ടുണ്ട്, സെന്റർ 2 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 2 ഹോൾ സ്ക്വയർ equal to root 30 ഹോൾ സ്ക്വയർ. ഇക്വേഷൻ ആണ്, ഇത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y പ്ലസ് 4 ഈക്വൽ ടു 13. സോ എക്സ് സ്ക്വയർ മൈനസ് 4x അല്ലെങ്കിൽ ഡിഗ്രിനനുസരിച്ച് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 4y, ഇത് 8 ആണ്, പ്ലസ് 8 ഈക്വൽ ടു 13 ആണ്. ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 4y, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൈനസ് 13 ആയി മാറും. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കിട്ടും. ഇതാണ് അവിടെയുള്ള റിക്വയർഡ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ സർക്കിളിന്റെ കംപ്ലീറ്റ് തീർന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ടെക്സ്റ്റുള്ള 15th ക്വസ്റ്റ്യൻ ആണ്. Does the point minus 2.5, 3.5 lie inside, outside or on the circle x square plus y square equal to 25. ഈ ഒരു പോയിന്റ് സർക്കിളിന്റെ അകത്താണോ പുറത്താണോ, സർക്കിളിന്റെ മേലെയാണോ, ലൈ ഓൺ ദി സർക്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് വേണം, ഇത് പോയിന്റ് ആണ്, ഇത് എക്സ് വൈ ആണ്. അപ്പൊ ഈ പോയിന്റ് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ റേഡിയസ് 5 ആണ്, സെന്റർ 0 ആണ്. ഇതാണ് ശരിക്കും ഇത് മനസ്സിലാക്കുന്നത്. സോ അതിന്റെ പോയിന്റ് എക്സ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ചെയ്യുക. അപ്പൊ ഇത് എക്സ് വൈ ആണ്. അപ്പോൾ മൈനസ് 2.5 ഹോൾ സ്ക്വയർ പ്ലസ്
3.5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് എഴുതാം. ഇത് നമുക്ക് ലാസ്റ്റ് പറയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം എഴുതണ്ട. -2.5 എന്ന് സ്ക്വയർ ചെയ്യുമ്പോൾ 6.25 പ്ലസ് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12.25 25 എന്ന് എഴുതാം. സോ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് 18.50 ഇങ്ങനെ. അപ്പോൾ ഇത് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ ദിസ് വാല്യൂ ഈസ് ഓൾവേസ് ലെസ് ദാൻ 25 ആണ്. 25-നെക്കാട്ടും ഈ വാല്യൂ ചെറുതാണ്. അപ്പോൾ 25 എന്ന് പറഞ്ഞാൽ നമുക്ക് ആ റേഡിയസ് ആയിട്ടായിരുന്നു. അപ്പോൾ അതിനെക്കാട്ടും ചെറുത് കഴിയുമ്പോൾ ഈ വാല്യൂ ഇത് സർക്കിളിൻ്റെ അകത്തോട്ടാണ് വരുന്നത്. ഇൻസൈഡ് ദിസ് വാല്യൂ ഓർ അതർവൈസ് വി കൻ സേ ദാറ്റ് ദീസ് 2 പോയിന്റ് ലൈ ഇൻസൈഡ് ദി സർക്കിൾ. ദീസ് 2 പോയിന്റ് ലൈ ഇൻസൈഡ് ദി സർക്കിൾ ബിക്കോസ് ഇത് രണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് 18.50 ഇസ് ഓൾവേസ് ലെസ് ദാൻ കറസ്പോണ്ടിങ് റേഡിയസ്. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ദി റിക്വയർഡ് പോയിന്റ് ഈസ് ഓൾവേസ് ലൈ ഇൻസൈഡ് ദി സർക്കിൾ എന്ന രീതിയിൽ വേണം ഇവിടെ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ. ഇതും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർക്കിളിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ.